ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് തിരിച്ച് അവരോടും യെസ് പറയാൻ പറ്റുക, അല്ലേ? ഇത്തരത്തിൽ നിങ്ങൾ അറിയാതെ നിങ്ങളെ ഏതെങ്കിലും പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രണയം നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 സൈൻ ഉണ്ട്. ഈ 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചില പെൺകുട്ടികളുണ്ട്, അവർക്ക് ആരോടെങ്കിലൊക്കെ പ്രണയം തോന്നിയാൽ ഉള്ളിൽ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. നിങ്ങൾ പുരുഷന്മാർ അത് കണ്ടറിഞ്ഞ് അവരെ പ്രപ്പോസ് ചെയ്തോണം. അപ്പോൾ ഏതൊക്കെയാണ് ആ സൈൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ സൈനായിട്ട് വരുന്നത് പൊസസീവ് ആണ്. അതായത് നിങ്ങൾ വേറെയുള്ള ഗേൾസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു പെൺകുട്ടി മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് വെക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയും ചെയ്യും, നിങ്ങൾ ഇപ്പോഴും ആ ഒരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, അതോ നിങ്ങളുടെ സംസാരം കഴിഞ്ഞിട്ട് നിങ്ങൾ മാറിപ്പോയോ, അല്ലെങ്കിൽ നിങ്ങൾ അവളെ ടച്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ തൊട്ടിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. നിങ്ങളെങ്ങാനും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല, ആകെ ദേഷ്യമായിരിക്കും. അവൾ ആ ദേഷ്യം തീർക്കുന്ന അവളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കോ ആയിരിക്കും. ഫ്രണ്ട്സിനെ പോലും ആദ്യമൊന്നും മനസ്സിലാകത്തില്ല, ഇവൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഒരു കാരണവും ഇല്ലാതെ എന്ന്. കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവളുടെ മുടി പിടിക്കുക അല്ലെങ്കിൽ അറിയാതെ ഇങ്ങനെ കയ്യിലൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് അത് ഒട്ടും സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ ഒരു ദേഷ്യം വന്നത് ഫുള്ള് തീർക്കുന്ന അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും പെൺകുട്ടി അവളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ഇങ്ങനെ ദേഷ്യം അല്ലെങ്കിൽ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ആ ഒരു രീതിയിൽ നിങ്ങളെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഐ മൂവ്മെന്റ്സ് ആണ്. അതായത് നിങ്ങളും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളെ തന്നെ നോക്കും. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ണ് താഴത്തേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ കണ്ണ് പെട്ടെന്ന് അടയ്ക്കുന്നു, അല്ലെങ്കിൽ കണ്ണിങ്ങനെ വേറെ ഡയറക്ഷനിലേക്ക് നോക്കുന്നു. ഇങ്ങനെ ഒരു ഐ മൂവ്മെന്റ്സ് എപ്പോഴും അവൾ ക്രിയേറ്റ് ചെയ്യും. ഇടയ്ക്ക് നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. എന്നാൽ അവളായിട്ട് ഇത് തുറന്നു പറയത്തുമില്ല. നിങ്ങൾ കണ്ടറിഞ്ഞ് ചെന്ന് ഓപ്പണായിട്ട് അവളോട് സംസാരിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കുകയും ചെയ്യണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്തേക്കണേ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഓവറായിട്ടുള്ള മേക്കപ്പ് ആണ്. അതായത് ഇത്രയും നാളും ആ ഒരു പെൺകുട്ടി വളരെ സിമ്പിളായിട്ട് നടക്കുകയായിരുന്നു. പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ട് വരുന്നു. അതായത് ഇപ്പം ചില കുട്ടികളുണ്ട് പൊട്ടൊന്നും യൂസ് ചെയ്യാത്തവരുണ്ടല്ലോ, അങ്ങനെയുള്ള പെൺകുട്ടികളെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടൊക്കെ കുത്തി, ചിലരുണ്ട് ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് വലിയ ജിമുക്കിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇത്രയും നാളും അവരിങ്ങനെയായിരുന്നില്ല, കണ്ണൊക്കെ എഴുതി അങ്ങനെ ഭയങ്കര സുന്ദരികളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതേപോലെ തന്നെ ആയിരിക്കും അവരുടെ ഡ്രസ്സിങ്ങും. ഇത്രയും നാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടന്നവർ കുറച്ച് ഫാഷൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര മോഡേൺ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, കുറച്ച് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡ്രസ്സിങ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും ഒക്കെ മാറ്റിയിട്ട് നല്ല സുന്ദരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയും നിങ്ങളോട് അഭിപ്രായം ചോദിക്കും, ഇന്ന് എന്നെ കാണാൻ എങ്ങനെയുണ്ട്, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കമ്മല് പൊട്ട് ഇതൊക്കെ എങ്ങനെയുണ്ട്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ഡെയിലി നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് വേണം അവളോട് ഓപ്പണായിട്ട് പറയാനും വേണ്ടി. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഒരു തരം കളിയാക്കലാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ ഒരു പെൺകുട്ടി വല്ലാതെ നിങ്ങളെ അങ്ങോട്ട് കളിയാക്കും. നിങ്ങളൊരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ അതെടുത്തിട്ടിട്ട് കളിയാക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ഓവറായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി കളിയാക്കുകയും അതേപോലെ തന്നെ ചിരിക്കുകയും പിന്നെ ഇടയ്ക്ക് നിങ്ങളെ പിച്ചുക, നുള്ളുക, മാന്തുക, കടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ സൈന്. ഇനി അഞ്ചാമതായിട്ട് വരുന്നത് എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ബിസിയാണ്.
അതായത് ഒരു പെൺകുട്ടി നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും, നീ ഇന്ന് ബിസിയാണോ, അതോ നീ ഇന്ന് ഫ്രീ ആണോ, നീ ഇന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ, അഥവാ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ വേറെ ആരാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി എപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ തിരക്കാണോ, പുറത്തു പോകുന്നുണ്ടോ, ഫുഡ് കഴിക്കുന്നുണ്ടോ, ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു. അതേപോലെ തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോടും പറയുന്നു. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ അതിലെ 1-2 എണ്ണമൊക്കെ ഓക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് ആർക്കും ആരോടും സ്നേഹമോ പ്രേമോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഈ 5 സൈഡിൽ ഒരു 4 എണ്ണം അല്ലെങ്കിൽ ഈ 5ഉം ഓക്കെ ആയിട്ട് വന്നാൽ മാത്രമാണ് നിങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.